നമസ്കാരം. 2016 29 പേരുമായി ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കാണാതായ ഇന്ത്യൻ വ്യോമസേന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ചെന്നൈ തീരത്തുനിന്ന് 310 കിലോമീറ്റർ അകലെയാണ് AN-32 വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വ്യോമസേനയിലെയും സൈന്യത്തിലെയും തീരസംരക്ഷണ സേനയിലെയും 29 ഉദ്യോഗസ്ഥരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ ലഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി കാണാതായ AN-32 അവസാനത്തെ യാത്രയുടെ സ്ഥലത്ത് ആഴക്കടൽ പര്യവേക്ഷണ ശേഷിയുള്ള ഒരു ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ അടുത്തിടെ വിന്യസിച്ചിരുന്നു. മൾട്ടി ബീം സോണാർ, സിന്തറ്റിക് അപ്പേർച്ചർ സോണാർ, ഉയർന്ന റെസല്യൂഷൻ ഫോട്ടോഗ്രാഫി എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം പേലോഡുകൾ ഉപയോഗിച്ച് 3400 മീറ്റർ ആഴത്തിലാണ് ഈ തിരച്ചിൽ നടത്തിയത്. ചെന്നൈ തീരത്ത് നിന്ന് ഏകദേശം 140 നോട്ടിക്കൽ മൈൽ അകലെയുള്ള കടൽ തീരത്ത് തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം തിരച്ചിൽ ചിത്രങ്ങളുടെ വിശകലനത്തിൽ സൂചിപ്പിച്ചിരുന്നു. തിരച്ചിൽ ചിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഒരു AN-32 വിമാനവുമായി പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തി. അപകട സാധ്യതയുള്ള സ്ഥലത്തെ ഈ കണ്ടെത്തൽ അതേ പ്രദേശത്ത് കാണാതായ മറ്റേതെങ്കിലും വിമാനത്തിന്റെ റെക്കോർഡ് ചരിത്രമൊന്നുമില്ലാതെ തകർന്ന ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 അവശിഷ്ടങ്ങളായി വിലയിരുത്തി. 2016 ജൂലൈ 12 രാവിലെ 8 മണിയോടെയാണ് ചെന്നൈയിലെ താമ്പരം വ്യോമതാവളത്തിൽ നിന്ന് അന്റോനോവ് AN-32 വിമാനം പറന്നുയർന്നത്. ജീവനക്കാരുൾപ്പെടെ 29 പേരാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ പോർട്ട് ബ്ലെയറിലേക്കുള്ള ട്രിപ്പിനുണ്ടായിരുന്നത്. പറന്നുയർന്ന് കുറച്ചു സമയത്തിനുള്ളിൽ വിമാനവുമായി ഉണ്ടായിരുന്ന ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വെച്ചാണ് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. തുടർന്ന് രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനവും തിരച്ചിലും ആരംഭിച്ചിരുന്നു. 16 കപ്പലുകളും അന്തർവാഹിനിയും 6 വിമാനങ്ങളും തിരച്ചിലിനായി വിന്യസിച്ചു. എന്നാൽ തകർന്ന വിമാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ 2016 സെപ്റ്റംബർ 16 വിമാനം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും വിമാനത്തിലുണ്ടായിരുന്നവർ മരിച്ചുവെന്ന് കരുതാതെ വേറെ വഴിയില്ലെന്നും 29 യാത്രക്കാരുടെയും കുടുംബത്തെ വ്യോമസേന അറിയിക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.